ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിടുതൽ ഇല്ലാത്തതിന് പലപ്പോഴും കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിടുതൽ സമയത്ത് ലഭിക്കാത്തത്. ബാക്കി ഒന്ന് വായിക്കാം. 1 കൊറിന്ത്യർ 2:10. എന്നാൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് അവ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ അഗാധമായ കാര്യങ്ങൾ പോലും ആരായുന്നു. എങ്കിലും ദൈവം തൻ്റെ ആത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലവും ദൈവത്തെ സംബന്ധിച്ച് അഗാധ കാര്യങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും സ്പീഡും ഏറ്റവും ആഴവും ഒക്കെ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണപ്പെട്ട മനുഷ്യൻ പറയും മനസ്സാണ്. മനസ്സിനേക്കാളും സ്പീഡുള്ള ഒരു സംവിധാനം ഇല്ല എന്ന് പറയും. എന്നാൽ രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ച് മുങ്ങിയവനെ സംബന്ധിച്ച് നല്ല ഞാൻ പറയുന്നത്, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടവനെ സംബന്ധിച്ച് ഏറ്റവും സ്പീഡും ആഴവും ഒക്കെ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അവൻ ഉറപ്പായിട്ടും പറയും അത് ആത്മാവാണെന്ന്. അപ്പോൾ ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ജെറമ്യ 29:11 വായിച്ചേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതികൾ അത്രേ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. എന്നാൽ POC ബൈബിള് ജെറമ്യ 29:11 ഇങ്ങനെ എഴുതിയേക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇത് രണ്ടിലും വളരെ അർത്ഥവ്യത്യാസമുണ്ട്. നമുക്ക് കേട്ടാൽ കുറച്ചുകൂടെ മനസ്സിലാകുന്നത് POCക്കകത്തെ കാര്യമാണ്. പക്ഷേ POCക്കകത്ത് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതി ഉണ്ടെന്നാണെങ്കിൽ, സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളൊരു ശുഭഭാവി വരുമെന്ന് പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ അത് വരുത്താൻ തക്കവണ്ണം ഞാൻ ഇച്ഛിക്കുന്നു എന്ന ആംഗിളിലാണ് അത് എഴുതിയേക്കുന്നത്. രണ്ടിൻ്റെയും അർത്ഥം വളരെ വ്യത്യാസമാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടിനകത്തുനിന്ന് മനസ്സിലാകുന്നത് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനൊന്നുമല്ല, ക്ഷേമത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഉള്ള പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. ഈ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന്, അല്ലെങ്കിൽ യേശുവിൻ്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വായിച്ച റോമാലേഖനം 10-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതായത് യേശുവിനെ വിളിക്കുന്നത് കർത്താവ്, രക്ഷകൻ എന്നൊക്കെയാണ് ബൈബിളിൽ. രക്ഷിക്കുന്നവൻ, രക്ഷകൻ. കർത്തൃത്വം വഹിക്കുന്നവൻ, കർത്താവ്. യേശു ശരിക്കും കൊല്ലാൻ വന്നവനല്ല, യേശു പരിഹാരമായി മരിക്കാൻ വന്നവനാണ്. അതാണ് മറ്റുള്ളവരും യേശുവും തമ്മിലുള്ള ഒരു വ്യത്യാസം. യേശു ആരെയും കൊല്ലാൻ വന്നതല്ല, പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ വന്നതാണ്. അവൻ മരിച്ചു, അവനെ കൊന്നു. വായിച്ച യോഹന്നാൻ സുവിശേഷം 10-ാം 7-10 യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മോഷ്ടിക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് കള്ളം വരുന്നത്, എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ യേശു വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനും വേണ്ടി, അതിൻ്റെ മൂലകാരണങ്ങൾക്കുള്ള പരിഹാരമായി മരിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അല്ലാതെ യേശു ആരെയും കൊല്ലാൻ വേണ്ടി വന്നതല്ല. അതാണ് യേശുവും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇവിടെ ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസിയായിരുന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ശുശ്രൂഷിച്ചിട്ടും ഒന്നും പല പ്രശ്നങ്ങൾക്കും മറുപടി ഇല്ലാത്തത് എന്ത്? എൻ്റെ അലച്ചിലിന് പരിഹാരമില്ലാത്തത് എന്ത്?
പലരും അറിഞ്ഞുകൊണ്ട് പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരൊന്നും അറിഞ്ഞുകൊണ്ട് പാപമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് വിടുതലില്ല? അലച്ചിലിനൊരു ഒരവസാനമില്ല, ഞെരുക്കത്തിനൊരു സ്വാതന്ത്ര്യമില്ല, സങ്കടം പ്രയാസമൊന്നും മാറുന്നില്ല. എന്താണ് ഇതിൻ്റെ ഉത്തരം? എന്താണ് ഇതിൻ്റെ കാരണം? അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആത്മാവിന് ഭയങ്കരമായ സ്പീഡും ആഴമുണ്ട്. ഈ ആത്മാവ് മുന്നോട്ട് കയറി നമ്മുടെ വിടുതലുങ്ക ചെല്ലും. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ നമുക്കത് വിടുതലായി എന്ന് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആത്മാവിലൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ആത്മീകമായി ഒരു വിടുതലായി. പക്ഷെ മനസ്സ് അവിടം വരെ ചെല്ലണമെങ്കിൽ അതിന് കുറച്ചും കൂടെ സമയം വേണം. കാരണം മനസ്സിന് അത്ര സ്പീഡില്ല, ആത്മാവിൻ്റെ ആഴവും സ്പീഡും മനസ്സിനില്ലാത്തതുകൊണ്ട് മനസ്സ് അവിടെ ചെല്ലണമെങ്കിൽ അതിന് കുറച്ചുകൂടെ സമയം വേണം. പിന്നെ ഏറ്റവും പ്രധാനം, മനസ്സ് ചെന്നാൽ പോലും ശരീരം ആ വിടുതലിൻ്റെ സ്പോട്ടിൽ ചെല്ലണമെങ്കിൽ അതിന് പിന്നെയും കുറച്ച് സമയം വേണം. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, അബ്രഹാമിന് ദൈവം മകനെ കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സമയവും സന്ദർഭമൊക്കെ ആത്മാവിനറിയാം. പക്ഷേ അബ്രഹാമിന് അത് കൈ കിട്ടിയത് 25 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 25 വർഷമായപ്പോഴാണ്. ആത്മാവായ കാര്യം, നടന്ന കാര്യം പറഞ്ഞു, നിനക്ക് ഞാനൊരു മകനെ തരും. പക്ഷേ അബ്രഹാമിനത് മനസ്സിലായത് പിന്നെയും 24 വർഷത്തിന് ശേഷമാണ് മനസ്സവിടെ എത്തിയത്. അത് നമുക്ക് മുന്നോട്ടുള്ള 1-2 വീഡിയോകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആത്മീകമായ മേഖലയിൽ കാര്യം നടന്നു, പക്ഷേ മനസ്സിൻ്റെ മേഖലയിലേക്ക് ഈ നടന്നു എന്നുള്ളത് ഗ്രഹിച്ച് വരണമെങ്കിൽ കുറച്ചും കൂടെ സമയം വേണം. ഇനി മനസ്സിൻ്റെ മേഖലയിൽ ഗ്രഹിച്ചാൽ തന്നെ ശരീരം അവിടെ എത്തണമെങ്കിൽ അതിനൊരു സമയം വേണം. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇപ്പോൾ ഒരു വസ്തു വിൽക്കാൻ ഇട്ടിരിക്കുക, ആരും വരുന്നില്ല. അത് ആത്മാവിനൊരു സ്വാതന്ത്ര്യം ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പദ്ധതിയുടെ സമയത്ത് ഒരു മനുഷ്യൻ വരണം. ഒരു മനുഷ്യൻ വന്നത് സംസാരിച്ച് ധാരണയാകുമ്പോൾ തന്നെ ആ വസ്തു ഒരു അഡ്വാൻസ് അവർ തരണം. അഡ്വാൻസൊക്കെ അവർ തരുന്ന സമയം കൊണ്ട് മനസ്സവിടെ എത്തും. പക്ഷേ മനസ്സവിടെ എത്തിയാൽ തന്നെയും അഡ്വാൻസ് കൈ കിട്ടിയാലും പിന്നെയും മനസ്സിന് പല പല പ്രശ്നങ്ങളാണ്. ഇത് മാറിപ്പോവുമോ, എഴുത്ത് നടക്കുമോ, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് ആധാരം എഴുതി പണം കൈ കിട്ടുന്ന ഒരു സമയമാണ് ആത്യന്തികമായി ഇത് കൈ കിട്ടുക എന്ന് പറയുന്നത്. ഇത് തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആത്മാവ് എത്തുന്ന തലത്തിൽ മനസ്സെത്തണമെങ്കിൽ മനസ്സിനൊരു സമയം വേണം. ആ ആത്മാവ് എത്തിയ തലത്തിലേക്ക്, ആത്മാവ് സ്പീഡുള്ളതായതുകൊണ്ട്, ആഴമുള്ളതായതുകൊണ്ട് അത് ആ വിടുതലിൻ്റെ സ്ഥലത്തേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ മനസ്സവിടെ എത്തണമെങ്കിൽ പിന്നെയും ചില കാലങ്ങൾ വേണം. ആ മനസ്സവിടെ എത്തിക്കഴിഞ്ഞാലേ ഇതിനൊരു ആശ്വാസമായിട്ടൊക്കെ മനസ്സിന് തോന്നുള്ളൂ. കാരണം മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ മനുഷ്യനെ കൊണ്ടു നടക്കുന്നത് മനസ്സാണ്. ഈ മനസ്സ് കാര്യങ്ങൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു സ്വസ്ഥത മനസ്സിന് കിട്ടിയെന്ന് പറയുന്നത്. മനസ്സമാധാനം എന്നാണ് പറയുന്നത്, അല്ലാതെ ആത്മാവിൻ്റെ സമാധാനം എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ മനസ്സിനൊരു കാര്യം പിടികിട്ടിയാൽ തന്നെയും പിന്നെ അത് പൂർത്തീകരിത്തോട്ട് എത്തണമെങ്കിൽ, ശരീരം എത്തണമെങ്കിൽ അതിന് കുറച്ചുകൂടെ സമയം വേണം. അപ്പോൾ ആ തലത്തിൽ മനസ്സും ശരീരവും എത്താത്തത് കൊണ്ടാണ് പല വിഷയങ്ങളിലും ഇപ്പോൾ വിടുതൽ കാണാത്തത്. എന്നാൽ നാളെ വിടുതലില്ലെന്നല്ല, ആ വിടുതലിൻ്റെ സമയം. കാരണം ജെറമ്യാ 29:11 കർത്താവ് പറയുന്നത് ശുഭഭാവി വരുമെന്ന് തന്നെയാണ്. ഈ ശുഭഭാവി വരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അത് POC അങ്ങനെ എഴുതിയേക്കുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് എന്ന് കർത്താവ് പറയുന്ന ആ പദ്ധതി, കർത്താവിൻ്റെ മനസ്സിലുള്ള പദ്ധതി, അത് ശരിക്കും മനസ്സിൽ എന്നതല്ല, ആത്മാതലത്തിലുള്ള ആ പദ്ധതി നമുക്ക് കയ്യിൽ അക്ഷരികമായി കിട്ടുന്നിടത്ത് മനസ്സ് എത്തണമെങ്കിൽ ചിലപ്പോൾ അല്പം കൂടെ സമയം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, കർത്താവ് ആത്മാവിൽ അരുളി ചെയ്ത പദ്ധതിയുടെ സമയത്ത് നമ്മളിപ്പോൾ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതിനകത്ത് ദൂത് എന്താണ്, സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ ആത്മാവിൽ ലഭിച്ച വിടുതൽ ഈ ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ
ശാരീരികമായി എൻ്റെ കൈ കിട്ടട്ടെ, അതിനെൻ്റെ മനസ്സ് ഒരുക്കമാകട്ടെ. ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ പദ്ധതിക്കകത്ത് ഇപ്പോൾ വന്നു എന്ന് എനിക്ക് മനസ്സുകൊണ്ട് തിരിച്ചറിയാൻ ഇടയായാൽ അല്പമാസങ്ങൾക്കുള്ളിൽ ഇത് അക്ഷരികമായി വിടുതലാകും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരമില്ലാതെ മറുപടിയില്ലാതെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ആത്മാവിൽ നൽകിയ വിടുതൽ ഈ ദിവസങ്ങളിൽ മനസ്സിൻ്റെ തലത്തിലും കർത്താവെ അത് അക്ഷരികമായി ശരീരത്തിൻ്റെ തലത്തിലും അവരുടെ കയ്യിൽ കിട്ടി അവർ സ്വസ്ഥവും ശാന്തവും സമാധാനമാകുവാൻ ദൈവം അവരെ സഹായിക്കണമേ. അനേകർ പല പല വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നല്ലോ, പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപ ആ വിഷയത്തിലൊക്കെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.